അഖിലന്നാടിയുടെ വൈഫ് മേഘ ഒരു ബസ് ഡ്രൈവറോടൊപ്പം ഒളിച്ചോടി പോയെന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് ശരിയാണ്, ഉള്ള കാര്യമാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അഖിലന്നാടിയുടെ വൈഫ് മേഘ ഒരു ബസ് ഡ്രൈവറോടൊപ്പം ഒളിച്ചോടി പോയെന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് ശരിയാണ്, ഉള്ള കാര്യമാണ്. ഈ നാറിയുടെ കൂടെയാണ് അഖിലന്നാടിയുടെ വൈഫ് മേഘ ഒളിച്ചോടി പോയത്. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇവനൊരു ബസ് ഡ്രൈവറാണ്. ഇവനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പല പെണ്ണുങ്ങനെ സ്വഭാവമാണെന്നൊക്കെ അറിയുന്നുണ്ട്. സ്വാഭാവികം. പിന്നെ ഇവനുമായിട്ട് ഇപ്പൊ കല്യാണം റീസെന്റ് ആയിട്ട് തന്നെ കഴിഞ്ഞു എന്നും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാം സ്വന്തം ഭർത്താവിനെയോ സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ട് കാമുകിയുടെ കൂടെയൊക്കെ ഒളിച്ചോടുന്നത് ഒരിക്കലും ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ മേഘയുടെ ഭാഗത്ത് 100% ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുണ്ട്. മേഘയുടെ ഭാഗത്ത് 100% ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുണ്ട്. മേഘയുടെ ഭാഗത്ത് 100% ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുണ്ട്. ആലോചിക്കാം, നീയും ആലോചിക്കേ. പക്ഷെ മേഘ പോലീസ് സ്റ്റേഷൻ മൊഴി കൊടുത്തതിൽ പറഞ്ഞിട്ടുള്ളത് ഇവന് വേറെ പരസ്ത്രീ ബന്ധമുണ്ട് എന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇട ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് ഒരു പൂമ്പാറ്റ ജീവിതം. പിന്നെ കുറെ പേര് കേട്ടോ, ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇവനെ പറ്റി പറയാനും. പിന്നെ മേഘയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ വരെ കോൺടാക്ട് ചെയ്ത് പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ തികച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അതായത് രാത്രി എങ്ങാണ്ടാണ് പോകുന്നത്. 7-8 ഈ മാസം 7-ാം തീയതി തന്നെ പോയിട്ടുള്ള രാത്രി ഒരു സമയമായപ്പോ നൈസായിട്ട് ഈ ഒളിച്ചോട്ട കാമുകൻ സൈഡിൽ വന്നിട്ടുണ്ട്. അവൻ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ പതുക്കെ ബാഗും പെട്ടിയും കിടക്കൊക്കെ എടുത്തോണ്ട് അവന്റെ കൂടെ പോകുന്നുണ്ട്. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. ഞാൻ കമന്റ് ഒന്ന് വായിക്കാം. സത്യമാണ് സംഭവം. നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പുഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും നൂറനാട് പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസ് ആയിട്ട് അഫയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവർ അവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. കല്യാണമായിട്ട് എന്റെ നടുവിന് എന്തെങ്കിലും പറ്റിയ ഞാൻ പോകുന്നു. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ.